കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ താരം കൂടിയായ CK വിനീതാണ് നമുക്കൊപ്പം ചേരുന്നത്. സ്വാഗതം. ഇപ്പോൾ ഈ CK വിനീത് വേഴ്സസ് മഞ്ഞപ്പട എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ ചർച്ചകൾ പോകുന്നത്. ഇല്ല, അങ്ങനെയില്ല. അങ്ങനെ ഞാൻ അതിനെ കണ്ടിട്ടില്ല. ഞാൻ പ്രത്യേകിച്ച് ഒരു ഫാൻസ് ഗ്രൂപ്പിനെതിരെയല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ ചെയ്യുന്നതിൽ ശരിയുണ്ട്. പക്ഷേ രീതി, അതായത് ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞ രീതി നമ്മളെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ സാഹചര്യത്തിൽ ശരിയായ രീതിയല്ല, അത് മാറ്റണം എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവരോട് പ്രതിഷേധങ്ങൾ വേണ്ട, അല്ലെങ്കിൽ വേറെ ഒന്നും വേണ്ട, ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പ്രതിഷേധത്തിൻ്റെ രീതി മാറ്റണം എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അത് ആൾക്കാർക്ക് എന്ത് രീതിയിലും എടുക്കാം. എൻ്റെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ തന്നെ പലതും വരുന്നുണ്ട്. ഞാൻ ഇതിന് മറുപടി പറയാൻ ഞാൻ നിന്നാൽ അത് വേറെ വിഷയം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മറുപടി പറയാത്തത്. ഇനിയിപ്പോൾ മറുപടി പറയണം നിർബന്ധമാണെങ്കിൽ എനിക്ക് അതിന് മടിയില്ല. സോഷ്യൽ മീഡിയയിലുള്ള തെറിവിളിയും മറ്റൊക്കെ ആദ്യമായിട്ടല്ല, ഒരുപാട് അല്ല, അങ്ങനെയല്ല. ഇപ്രാവശ്യം കുറച്ചും കൂടി നല്ലതാണ്. അതായത് ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ അവർ ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് തെറി വിളിച്ചിട്ടുണ്ട്. ഇപ്പം പക്ഷേ കുറച്ചും കൂടി മാന്യമായ രീതിയിലാണ് നടപെടുന്നത്. അവർ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ കുറച്ച് ആൾക്കാരുണ്ട്, അത് എപ്പോഴും എല്ലായിടത്തും ഉണ്ടാകുന്ന സാധനങ്ങളാണല്ലോ. അത് ഇപ്പം എല്ലാവരെയും അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. കുറച്ച് ആൾക്കാരുണ്ട്, അത് പക്ഷേ പലതും ഫേക്കാണ്. അപ്പോൾ അത് സംസാരിക്കേണ്ട വിഷയമാണ്. പക്ഷേ അത് ഈ ഒരു സാഹചര്യത്തിൽ വേണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംസാരിക്കണമെങ്കിൽ എല്ലാം സംസാരിക്കാം, അങ്ങനെ പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ബോയ്ക്കോട്ട് എന്ന് പറയുന്ന ഒരു വിഷയമാണ്. ബോയ്ക്കോട്ട് വേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞത് അത് നമ്മളെ ഇന്ത്യൻ സാഹചര്യത്തിൽ അല്ലെങ്കിൽ കേരള ഫുട്ബോളിൻ്റെ സാഹചര്യത്തിൽ നല്ല ഒരു രീതിയല്ല എന്നുള്ളതാണ്. മാനേജ്മെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരെ, മാനേജ്മെൻറ്റിൻ്റെ എതിരഭിപ്രായങ്ങൾക്കെതിരെ പിന്നെ ഏത് രീതിയിലാണ് ഞങ്ങൾ പ്രതിഷേധിക്കേണ്ടത് എന്നുള്ളതാണ് ആരാധകരുടെ ചോദ്യം. അതിന് പ്രതികരിക്കാൻ ഇഷ്ടംപോലെ വഴികളുണ്ട്. ഇപ്പോൾ ഇവർ പറഞ്ഞ ബാനേഴ്സ് സാധനങ്ങളൊക്കെ, അതിന് ഞാൻ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ഇതിന് പെർമിഷൻ എടുക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പോൾ പെർമിഷൻ എടുക്കണം എന്ന് പറയുമ്പോൾ അവരെന്താണ് ഉപയോഗിക്കാൻ പോകുന്ന സാധനങ്ങൾ അത് കാണിക്കുക എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ള കാര്യം. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. അത് എന്താണെങ്കിലും, അതായത് ഈ റേസിസം അല്ലെങ്കിൽ ഹോമോഫോബിയ ഇതേപോലുള്ള സാധനങ്ങളൊക്കെ മാറ്റി നിർത്തി ഒരുവിധ എല്ലാ സാധനങ്ങളും അലോ ചെയ്യുന്നു. പക്ഷേ ഇവർ കാണിക്കാതെ ഒളിച്ചും പാത്തും കൊണ്ടുപോകുമ്പോഴാണ് അത് തടയേണ്ടി വരുന്നത്. അങ്ങനെയാണ് എന്നെ അറിയിച്ചിട്ടുള്ള കാര്യം. അത് ശരിയോ തെറ്റോ എന്നുള്ളത് എനിക്കറിയില്ല, കാരണം ഞാൻ അത് കണ്ടിട്ടില്ല. പക്ഷേ അങ്ങനെ ചെയ്യാം. വേറെ പല മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒരു മാർഗ്ഗമാണ്. ഇവർ പറയുന്നു കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ ബ്ലോക്ക് ചെയ്യുന്നു. 3.7 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്. ഇവരെല്ലാവരും ബ്ലോക്ക് ചെയ്യുമോ? ഇല്ലല്ലോ. ഇവർ സോഷ്യൽ മീഡിയയിലല്ലേ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയുണ്ട്. ഇതൊരു രീതിയാണ് വേണമെങ്കിൽ, അല്ലേ? കറുത്ത ഡ്രസ്സ് ഒരു രീതിയല്ലേ? ഇപ്പം നിങ്ങൾ മഞ്ഞ തന്നെ ഇട്ട് വരണം എന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ? ഇല്ലല്ലോ. ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ആൾക്കാർ ഇതിൻ്റെ തലപ്പത്തുണ്ടെങ്കിൽ അവർക്ക് ചിന്തിക്കാൻ പറ്റും. അത് ചിന്തിക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പം തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളായിട്ട് പറയുന്നത് കോഴ്സ് ഈ ട്രോഫികളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏതൊരു ഫാൻസും കളിക്കുന്ന പ്ലേയേഴ്സ് ആയാലും ട്രോഫികളെന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് ആവശ്യമുള്ള സംഭവം തന്നെയാണ്. ട്രോഫി ഇല്ലാതെ ഇപ്പോൾ ഇതിൻ്റെ തന്നെ കുറേ ഉദാഹരണങ്ങൾ ഇപ്പോൾ ലിവർപൂൾ അടക്കമുള്ള ടീമുകളുടെ ഉദാഹരണങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ക്വാളിറ്റിയെക്കുറിച്ചുകൂടി ഫാൻസ് വലിയ രീതിയിൽ വേവലാതിപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതിലൊരു പോയിന്റ്. ഫാൻസിൻ്റെ വേവലാതികളൊക്കെ ശരിയാണ്, ഒന്നും തെറ്റാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല. അതിന് ഒരു രീതിയിൽ മാനേജ്മെൻറ്റും കാരണക്കാരാണ്. കാരണം അവരെ സൈനിങ്ങുകൾ കാരണക്കാരാണ്, ബാക്കി പറയുന്ന അപ്പോയിൻമെൻറ്റുകൾ ചിലപ്പോൾ കാരണം ഉണ്ടാവും. അങ്ങനെ പല രീതിയിലും അവർ കാരണക്കാരായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഒറ്റയടിക്ക് നടക്കുന്ന ഒരു കാര്യമല്ല. എല്ലാ കൊല്ലവും കപ്പടിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. ഇതൊക്കെ ശരിയാണെന്നിരിക്കെ പോലും ഇവരെ പ്രതിഷേധത്തിൻ്റെ രീതിയെക്കുറിച്ച് മാത്രമേ ഇവിടെ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. ഇവരെ പ്രതിഷേധം വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ മാനേജ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, സപ്പോർട്ട് ചെയ്യുന്നുമില്ല. കാരണം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അവസാനമായിട്ട് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രതിനിധിയോട് സംസാരിച്ചത് എൽക്കോ ഇവിടെ സൈൻ ചെയ്യുന്ന സമയത്താണ്. എൽക്കോൻ്റെ സൈനിങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രസാദ് സാറിൻ്റെ അടുത്ത് ഒരു മെസ്സേജ് അയക്കുകയോ ഫോൺ വിളിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇന്നേ വരെ പ്രസാദ് സാറിൻ്റെ മോൻ ഇത് ചാർജ് എടുത്തതിന് ശേഷം എനിക്ക് അയാളെ നേരിട്ട് പരിചയമില്ല. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിട്ടില്ല, അദ്ദേഹത്തിന് ഞാൻ മെസ്സേജ് അയച്ചിട്ടില്ല, അദ്ദേഹത്തിന് ഞാൻ എന്താ പറയുക ഒരു രീതിയിലുള്ള കോൺടാക്റ്റും ഇല്ല. പിന്നെ എന്ത് രീതിയിലാണ് ഞാൻ മാനേജ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ആകെ ചെയ്യുന്നത് എന്താണ്, ബോയ്ക്കോട്ട് എന്ന് പറയുന്ന പ്രതിഷേധ രീതി ശരിയല്ല. ഞാൻ അത് പിന്നെയും കൊട്ടേഷനിൽ പറയാണ്, ബോയ്ക്കോട്ട് എന്ന് പറയുന്ന പ്രതിഷേധ രീതി ഇന്ത്യൻ ഫുട്ബോൾ സാഹചര്യത്തിൽ ശരിയല്ല എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ അർത്ഥം ഞാൻ മാനേജ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കേണ്ടതായിരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്ന കാര്യമാണ്. ചിലരെങ്കിലും പറയുന്നത് ഞാൻ കമൻറ്റുകളിൽ ശ്രദ്ധിച്ചാണ്. ഇപ്പോൾ വിനീതിൻ്റെ പോസ്റ്റിലായാലും മഞ്ഞപ്പടയുടെ പോസ്റ്റിലായാലും ആഷ്ലി അതിലെ വിനീത് പറഞ്ഞൊരു പോയിന്റ് വെച്ചിട്ടാണ് ഇതെടുക്കുന്നത്. ആഷ്ലി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് വിനീത് മത്സരം കാണാൻ എത്തിയത് എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ വിനീത് ഒരു ട്രൂ ഫാൻ അല്ല, അല്ലെങ്കിൽ വിനീതിന് ഇത് പറയാനുള്ള യോഗ്യതകളെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ വേറെയും നടക്കുന്നുണ്ട്. ഞാൻ വരാത്തത് എന്താണ് എന്നുള്ളത് കൂടി ആലോചിക്കണം. ഞാൻ വരാത്തത് എനിക്ക് അതുമാതിരി അധിക്ഷേപം കിട്ടിയതുകൊണ്ടാണ് ഞാൻ വരാത്തത്. ഞാൻ ഇവിടെ കളിക്കുന്ന സമയത്ത് ഞാൻ കളിച്ചിട്ടാണ് തോക്കുന്നതെന്ന് പറയല്. ഞാൻ ഇവിടുന്ന് പോയ സമയത്ത് ഞാൻ വന്നതുകൊണ്ടാണ് തോക്കുന്നതെന്ന് പറയുന്ന ആൾക്കാരുണ്ട്.
അത്രമാത്രം അധിക്ഷേപം കിട്ടിയതുകൊണ്ടാണ് ഞാൻ കളി കാണാൻ വരാത്തത്. ഇപ്പോൾ ആഷ്ലി വിളിച്ചത് കൊണ്ട് തന്നെയാണ് വന്നത്, അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ ഇല്ലാത്തത് കണ്ടതും ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചതും. ഞാൻ വരാത്തതിൻ്റെ കാരണമാണ് പറഞ്ഞത്. അതിന് മാത്രം അധിക്ഷേപങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, വന്നതിന് കിട്ടിയിട്ടുണ്ട്, കളിച്ചതിന് കിട്ടിയിട്ടുണ്ട്, എല്ലാത്തിനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചത്. ഞാൻ കണ്ടതുകൊണ്ടാണ് സംസാരിച്ചത്, കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ സംസാരിക്കും, കാരണം ഞാൻ അറിയില്ലല്ലോ. ഞാൻ കണ്ടതുകൊണ്ടാണ് സംസാരിച്ചത്. ശേഷം അടുത്തൊരു 10 ടിക്കറ്റുകൾ വിനീതിന് ഓൺ ചെലവ് തന്നെ എടുത്താണ്. എൻ്റെ ടിക്കറ്റുകളൊക്കെ ഞാൻ എടുത്താണ്. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവർ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കും കൂടിയുള്ള ടിക്കറ്റ് എടുത്തു. ഞാൻ ഇതൊരു ചോദ്യം വരുന്നുണ്ട്, അതായത് ഞാൻ ടിക്കറ്റ് കോച്ച് തന്നത് കൊണ്ടല്ലേ കണ്ടത് എന്നുള്ളത്. ഒരു കളിക്കാരന് ഞാൻ ഒരു കളിക്കാരൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു പഴയ കളിക്കാരൻ എന്ന നിലയിൽ എനിക്ക് ടിക്കറ്റ് കിട്ടാറുണ്ട്. ഒരു പ്രാവശ്യം പോലും മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ടിക്കറ്റ് വാങ്ങിയിട്ടില്ല, കളിക്കുമ്പോഴല്ലാതെ. കളിക്കുമ്പോൾ നമുക്ക് മാനേജറോടല്ലേ ചോദിക്കാൻ പറ്റും, അല്ലെങ്കിൽ ടീം മാനേജറോ. അത് മാനേജ്മെൻ്റ് അല്ല, ടീം മാനേജറോട്. കളി കഴിഞ്ഞിട്ട് ഞാനിവിടുന്ന് പോയതിന് ശേഷം ഇന്നേ വരെ 7-8 കൊല്ലമായില്ലേ, ഇന്നേ വരെ ഞാൻ മാനേജ്മെൻറ്റിൻ്റെ ചിലവിലൂടെ വന്ന് കളി കണ്ടിട്ടില്ല. എനിക്ക് ടിക്കറ്റ് കിട്ടാറുണ്ട്, ഒന്നിക്ക് പ്ലേയേഴ്സ് തരും, ഈ പ്രാവശ്യം എനിക്ക് കോച്ച് തന്നു. വേറെ ഒരു രീതിയിലും ഞാൻ ഇവരെടുത്ത് നിന്ന് ഞാൻ ടിക്കറ്റ് വാങ്ങിയിട്ടില്ല. ഇത്തവണ ഇവർ ഈ പറഞ്ഞതുകൊണ്ട് ഞാൻ അതുപോലും വാങ്ങിയിട്ടില്ല. ഞാൻ എൻ്റെ സ്വന്തം ചിലവിലാണ് ടിക്കറ്റ് കളി കാണാൻ വരുന്നത്. എനിക്ക് അത് തന്നെയാണ് ഇഷ്ടവും. ഇപ്പം നമ്മൾ ഒരു ടിക്കറ്റ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റ് വേണ്ട, നിങ്ങൾ ഇതിൽ വന്നോളൂ എന്ന് പറയുമ്പോൾ നമുക്കത് തടയുന്ന ഒരു ഇതുണ്ടല്ലോ, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ അതൊരു വിഷയമായിട്ട് തോന്നില്ല. പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ കുറേ ഉണ്ട്. എനിക്ക് ഇപ്പം എന്താ പറയുക, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് കണ്ടമാനം ചോദ്യങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അതിൽ ജെന്യുവിനായി തോന്നിയ സാധനങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക, ശരിയായി തോന്നിയ ചോദ്യങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ട് മറുപടി പറയാൻ ശ്രമിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴി തന്നെ. ഇനി എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, ഈ കളി കഴിഞ്ഞിട്ട് ചോദിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും നമ്മളൊന്നും കൂടി ഇരിക്കേണ്ടി വരും. അതിനു മുമ്പ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മഞ്ഞപ്പടയും യെല്ലോ ആർമിയൊന്നും അല്ലാതെ തന്നെ ഓർഗനൈസ്ഡ് ആയിട്ട് വരുന്നതും, അതല്ലാതെ അതിനേക്കാൾ കൂടുതലാണ് അല്ലാതെ പല ഭാഗത്ത് നിന്ന് ടിക്കറ്റ് എടുത്ത് പല ജില്ലകളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ. അപ്പോൾ ഈ ഔദ്യോഗിക ടീമിൻ്റെ ഇത്തരത്തിലുള്ള ബഹിഷ്കരണം നടക്കുമ്പോൾ ഔദ്യോഗിക ഫാൻ ഗ്രൂപ്പിനോടും അതല്ലാതെ വരുന്ന ഒറ്റയും തെറ്റിയുമായിട്ട് വരുന്ന കുറേ ആരാധകരുണ്ട്, അവരോട് എന്താ പറയാനുള്ളത്? ഇതിൽ ഇപ്പം നിങ്ങളിപ്പോൾ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ പണ്ട്, അതായത് ഞാൻ കളിക്കുന്ന സമയത്ത് അല്ലെ അതിന് മുന്നേ 50,000-60,000 കാണികൾ വരുന്ന സമയത്ത് പോലും ഫാൻ ഗ്രൂപ്പ് ടിക്കറ്റുകൾ സോൾഡ് ആയിട്ടുള്ളത് 10,000-ൻ്റെ അടുത്ത് മാത്രമാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ. അവസാനത്തെ ഹോം മാച്ചിന് ഈ പറയുന്ന ടിക്കറ്റ് പോയിട്ടുള്ളത് 72ആണ്. അപ്പോൾ 3,000-4,000 ആൾക്കാരങ്ങാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ആരാണ്? അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ശരിക്കും കളി കാണണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരെ പോലും വരുത്താതിരിക്കുക എന്നുള്ള ഒരു രീതിയാണ് അവർ ചെയ്യുന്നത്. അതായത് ഫാൻസ് ഗ്രൂപ്പ് ഇപ്പം എനിക്ക് വരാൻ താല്പര്യമില്ല, ഞാൻ വരണ്ട. ഐ എം നോട്ട് കമ്പലിങ് സമൺ ടു കം ആൻഡ് വാച്ച് ദ മാച്ച് ഇഫ് ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവർ വരണ്ട. പക്ഷേ താല്പര്യമില്ല ആൾക്കാർ വന്നോട്ടെ, അവരെ നിങ്ങൾ എന്തിനാണ് തടയുന്നത്? അത് മാത്രമേ എൻ്റെ ചോദ്യമുള്ളൂ. അല്ലാതെ ഞാൻ നിങ്ങളടുത്ത് പ്രതിഷേധിക്കേണ്ട, നിങ്ങളടുത്ത് വേറെ ഒന്നും ചെയ്യേണ്ട ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഈ കണക്കുകൾ, നിങ്ങളെ ഈ പറയുന്ന എവിടെയാണോ നിങ്ങൾക്ക് ഈ ടിക്കറ്റുകൾ സെയിലാകുന്ന കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. എത്രയാണ് ഫാൻ ഗ്രൂപ്പുകൾക്ക് കൊടുക്കുന്നത്, അതെങ്ങനെയാണ് കൊടുക്കുന്നത്, ഓരോ കൊല്ലവും എത്ര സെയിലായിട്ടുണ്ട്, ഇതൊക്കെ കണക്കുകളുണ്ടല്ലോ. അല്ലാതെ വെറുതെ പോകുന്ന സാധനങ്ങളല്ലോ. നിങ്ങളത് ചെക്ക് ചെയ്യുക, എത്ര വരുന്നുണ്ട്, ഇതിലെത്ര ആൾക്കാരുണ്ട്, എല്ലാ സാധനങ്ങളും ചെക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ പറയൂ. അപ്പോൾ ഇത് ശരിക്കും എന്ത് പറഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളത് ശരി, നിങ്ങൾ മറ്റുള്ളവരെ കൂടി വരുത്താതിരിക്കുക എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ തന്നെ വിവാഹത്തിനപ്പുറത്തേക്ക് മത്സരത്തിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ആദ്യത്തെ 7 മത്സരം കഴിഞ്ഞപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു സമനിലയും 6 തോൽവിയുമായിരുന്നു. പിന്നീട് ആഷ്ലി ചാർജ് എടുത്ത ശേഷം ഫസ്റ്റ് മാച്ച് തോറ്റു, പിന്നീട് 2 വിജയവും ഒരു സമനിലയും വരുന്നു. 4 മത്സരങ്ങളിൽ നല്ല വിജയം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആഷ്ലി കീഴിൽ BFCയിൽ കളിച്ചിട്ട് കൂടിയുണ്ട് വിനീത്. അപ്പോൾ പുള്ളിയുടെ ഒരു ടേക്ക്, ഒപ്പം തന്നെ പുതിയ 3 ഫോറിൻ പ്ലേയേഴ്സിൻ്റെ കൂടി ഒരു വരവുണ്ട്. ആ ക്വാളിറ്റി മാറ്റം നമുക്ക് ശരിക്കും പുതിയ ട്രാൻസ്ഫറിൽ നമുക്ക് കാണാനും കഴിഞ്ഞിട്ടുണ്ട്. ഒരു ന്യൂ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇല്ല, അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ടില്ല സത്യം പറഞ്ഞാൽ. ന്യൂ ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ അതിലേക്കുള്ള വഴിയിലേക്കാണ്. അതായത് കഴിഞ്ഞ 4 കളി എടുത്തു നോക്കുമ്പോൾ 2 ജയം, 1 സമനില, ഒരു തോൽവി എന്ന് പറയുന്നത് മാറ്റത്തിലേക്കുള്ള ഇതാണ്. മാറിയിട്ടുണ്ട് എന്നുള്ളതല്ല പറയുന്നത്, മാറ്റത്തിലേക്കാണ്. ആഷ്ലിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു, പക്ഷേ അത് 10 കൊല്ലം 12 കൊല്ലം മുന്നെയാണ്. അപ്പോൾ കുറേ മാറ്റങ്ങൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ടാവും. വന്ന പ്ലേയേഴ്സ് അന്നേരമുള്ള ക്വാളിറ്റിയും ഇന്നേരത്തുള്ള ക്വാളിറ്റിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഇതൊക്കെ എന്താ പറയുക, കളിച്ച് കാണിച്ച് മനസ്സിലാക്കി തരേണ്ട കാര്യമാണ്. ഇപ്പോൾ അത് അതിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് പക്ഷേ എന്താ പറയുക, വളരെ ചുരുങ്ങിയ മാച്ചുകളേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ആഷ്ലി വന്നതിന് ശേഷം ടോട്ടൽ 7-6 മാച്ചുകളേ ഉള്ളൂ. ഇനിയിപ്പോൾ 3 മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയം കൊണ്ട് കാണിക്കാൻ പറ്റുന്ന ഒരു സാധനം, ഒരു കോച്ചിൻ്റെ കാലിബർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഒരു 6-7 മാച്ച് അല്ലെങ്കിൽ ഒരു സീസണിൻ്റെ പകുതിക്ക് വന്നിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ പ്ലേയേഴ്സിനും എളുപ്പമല്ല, പക്ഷേ അവർ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ കളി കാണാൻ വന്നതും. ഞാൻ അവരെ കൂടെ നിൽക്കും, അവർ ട്രൈ ചെയ്യട്ടെ എന്നുള്ളതാണ്. അത് തോറ്റാലും ജയിച്ചാലും, ഇന്ന് തോറ്റാലും നാളെ കളി കാണാൻ വരില്ല എന്നുള്ളതല്ല. അവർ ട്രൈ ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ കളിക്കുമ്പോൾ പോലും അതായിരുന്നു. ഞങ്ങൾ ഒരിക്കലും തോക്കാൻ വേണ്ടി കളിക്കാൻ ഇറങ്ങുന്നില്ല. നമ്മൾ ചിലപ്പോൾ തോറ്റു പോവും, ചിലപ്പോൾ ജയിച്ചു പോവും. അത് അങ്ങനെയാണ്, ഓരോ ദിവസം ഫുട്ബോൾ അങ്ങനെയാണ്. ഇപ്പം
എനിക്ക് ലിവർപൂൾ തോക്കുമ്പോൾ എനിക്ക് നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നുണ്ട്. ഞാനും ഈ പറയുന്ന പോലെ എന്താ പറയുക, എൻ്റെ റൂമിലിരുന്നിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കാറുണ്ട്. പക്ഷേ അടുത്ത കളി കാണുമ്പോൾ ഞാനതും വിട്ടിട്ട് കളി കാണാൻ പോകും. അല്ലാതെ ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നു, പണ്ട് അവരതായിരുന്നു, ഇതായിരുന്നു എന്ന് പറഞ്ഞു നിൽക്കില്ല. നിങ്ങൾ ലിവർപൂൾ ഫാനല്ലേ, നിങ്ങൾക്ക് അറിയാലോ തോക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നതെന്ന് അറിയാം, ജയിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത് അറിയാം. ഫ്രസ്ട്രേഷൻസ് നോർമലാണ്, പക്ഷേ അത് കണ്ടിന്യൂ ചെയ്ത് പോവുക, ഓരോ മാച്ച് വരുമ്പോഴും ചെയ്യുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഫ്രസ്ട്രേഷൻസ് ഒക്കെയാണ്, അത് നമ്മൾ എന്താ പറയുക കടന്നു വരണം എന്നുള്ളതാണ്. കാരണം തോൽവിയും ജയവും കളിയുടെ ഭാഗമാണ്. നമ്മൾ കളിച്ചാൽ ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോക്കും എന്നുള്ളത്. ഇപ്പം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തോൽവിയാണ് എന്ന് പറയുന്നത്. പക്ഷേ അതേ സമയത്ത് നമ്മൾ മറന്നു പോകുന്ന സാധനം എന്ന് പറയുന്നത് 12 കൊല്ലത്തിൽ 4 സെമി കളിച്ചിട്ടുണ്ട്. നമ്മൾ ആ 4 സെമിയിൽ നമ്മൾ 3 പ്രാവശ്യം ഫൈനലിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കപ്പടിക്കുക എന്ന് പറയുന്നത് നമ്മൾ ആകെ 1-2 ടൂർണമെൻറ്റുകൾ ഒരു കൊല്ലം കളിക്കുന്നുള്ളൂ. 4-5 ടൂർണമെൻറ്റുകൾ നമ്മൾ കളിക്കുന്നില്ല. നമ്മൾ ഓപ്പർച്യൂണിറ്റീസും വളരെ കുറവാണ്. ഇപ്പോൾ ലീഗ് അടിച്ചിട്ടില്ല, പിന്നെ നമുക്ക് വേറെ ഓപ്പർച്യൂണിറ്റി ഇല്ല. കളിക്കുന്നത് ഡ്യൂറൻഡ് കപ്പ്, അതിപ്പോൾ വന്നതാണ്. സൂപ്പർ കപ്പ് എപ്പോഴെങ്കിലും നടക്കുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ ക്വാളിഫൈ ആകില്ല ചിലപ്പോൾ. അപ്പോൾ അത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടാണല്ലോ അതൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കപ്പടിച്ചിട്ടില്ല എന്നുള്ളത് വിഷയമാകുമ്പോൾ പോലും നമ്മൾ കളിക്കുന്ന മാച്ചുകൾ, നമ്മൾ ബാക്കി സാധനങ്ങൾ എല്ലാം കൂടി നോക്കേണ്ട കാര്യം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതേസമയം ഫാൻസിൻ്റെ ഫ്രസ്ട്രേഷൻസ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഒരു കപ്പടിക്കാത്തതിൻ്റെ വിഷമം ഒരു കളിക്കാരൻ എന്ന നിലയിൽ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ആരും തോക്കാൻ വേണ്ടി കളിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാവരും കളിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. റിസൾട്ട് നമ്മളെ കയ്യിലല്ലല്ലോ. നമ്മൾ നല്ലോണം കളിച്ചാൽ പോലും ചിലപ്പോൾ ജയിക്കണമെന്നില്ല. നമ്മൾ ഓപ്പോസിറ്റ് ടീം അതിനെക്കാട്ടും നല്ലോണം കളിച്ചാൽ എന്ത് ചെയ്യും? ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഇനി ഇത് കളിച്ചപ്പോൾ മുതൽ ഉൾപ്പെടെയുള്ള ഒരുപാട് ഫോറിൻ പ്ലേയേഴ്സിൻ്റെ കൂടെ കളിച്ചിട്ടുണ്ട്. ഇവരുടെ സൈനിങ് റിക്രൂട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും കുറെ കൂടി നല്ല അറിവുണ്ടാവും. ഈ ചിലരെങ്കിലും പറയുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ്ങുകൾ, ഫോറിൻ സൈനിങ്ങുകളിൽ അത്ര ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് കുറവായിരുന്നു. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഒരുപാടുണ്ട്. ഇപ്പോൾ ആരോൺ ഗ്യൂസൽ തുടങ്ങി നമുക്ക് ലൂണ അടക്കമുള്ള, നോസോദി അടക്കമുള്ള പ്ലേയേഴ്സിനെ എടുത്തിട്ടുണ്ട്. പക്ഷേ മറ്റ് ടീമുകൾ, ISL തന്നെ മറ്റ് ടീമുകളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഫോറിൻ സൈന്യങ്ങളിൽ ചില പോരായ്മകൾ ഉള്ളതായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ ഒരു ടീമും ഒരു പ്ലെയറും മോശമാവും എന്ന് വിചാരിച്ചിട്ട് സൈൻ ചെയ്യില്ല. ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കാം. ഞാൻ ബാംഗ്ലൂർ FC നല്ലോണം കളിച്ചു, ഇവിടെ നല്ലോണം കളിച്ചു എന്ന് പറയപ്പെടുന്നു. ഞാൻ ഈസ്റ്റ് ബംഗാളിൽ പോരെ ഞാൻ നല്ലോണം കളിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ പഞ്ചാബ് പോരെ ഞാൻ നല്ലോണം കളിച്ചിട്ടില്ല. ഓരോരോ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഓരോ സാധനം നമ്മളിങ്ങനെ ഇത് ചെയ്യുന്നുണ്ടാവും. ആരും മോശമാക്കാൻ വേണ്ടിയിട്ട് വരുന്നതല്ല. എല്ലാവരും നമ്മളെ ബ്രെഡ് ആൻഡ് ബട്ടറാണ്. ഒരു പ്ലെയറിൻ്റെ ഏത് പ്ലെയർ ഇവിടെ വന്നാലും അവരെ ബ്രെഡ് ആൻഡ് ബട്ടറാണ്. അപ്പോൾ അവർ ഇത് മോശമാക്കാൻ നിൽക്കുമോ? എൻ്റെ ചോദ്യമാണ്. അതായത് അവർ കളി മോശമാക്കാൻ നിൽക്കും. കാരണം ഇക്കൊല്ലം എനിക്ക് നല്ലോണം കളിച്ചിട്ടില്ലെങ്കിൽ അടുത്ത കൊല്ലം എനിക്ക് കോൺട്രാക്റ്റ് ഇല്ല, ഇല്ലെങ്കിൽ എനിക്ക് കളിയില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മനഃപൂർവ്വം എൻ്റെ കളി മോശമാക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ഹൈ പ്രൊഫൈലുള്ള താരങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു വീഴ്ച വരുന്നുണ്ടോ? നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടർക്ക് കൂടിയുള്ളതായിരിക്കും ആ ചോദ്യം. അതിലേക്ക് ഞാൻ വരാം. അതായത് ഈ ഹൈ പ്രൊഫൈൽ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഹൈ പ്രൊഫൈൽ എന്ന് പറയുന്നത് പണ്ടത്തെ കാര്യങ്ങളാണ്. പണ്ടത്തെ ഹൈ പ്രൊഫൈലൊക്കെ യൂറോപ്പിൽ റിട്ടയർ ചെയ്തിട്ടുള്ള പ്ലേയേഴ്സാണ് ഒരു 90% ഇവിടെ വന്നിട്ടുള്ളത്, അല്ലേ? അല്ലാന്ന് പറയാൻ പറ്റുമോ? ഇപ്പം കഴിഞ്ഞ കൊല്ലം ലൂണ ഉണ്ടായി, എത്ര പ്ലേയേഴ്സ് ഉണ്ടായി ഈ പറയുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന പ്ലേയേഴ്സ് ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ ഓരോ കൊല്ലം നടക്കുന്നത്. എല്ലാവരും ആ ലെവലിലേക്ക് വരും എന്ന് വിചാരിച്ചിട്ടാണ് സൈൻ ചെയ്യുന്നത്. പക്ഷേ എന്ത് പറ്റും? അവരെ പെർഫോമൻസ് മോശമാകുമ്പം ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ അവർ പോകും. ആ ഉത്തരവാദിത്തങ്ങളില്ല. കാരണം എന്താ? ഉത്തരവാദിത്തം ഇല്ല എന്നല്ല കേട്ടോ. ഈ സ്പോർട്ടിംഗ് ഡയറക്ടർ ആവട്ടെ, കോച്ചാവട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന CEO ആവട്ടെ, ഈ ആൾക്കാരൊക്കെ ഇവർ നല്ലതാണോ മോശമാണോ ഇവരെ മൊത്തം കരിയർ ഗ്രാഫുകൾ ചെക്ക് ചെയ്തിട്ടൊക്കെ സൈൻ ചെയ്യേണ്ട ആൾക്കാരാണ്. അപ്പോൾ അത് തെറ്റിപ്പോയിക്കൂടാന്നില്ല. തെറ്റിപ്പോയപ്പോൾ ഈ പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഈ പറയുന്ന ആൾക്കാരൊക്കെ പുറത്താക്കിയിട്ടുണ്ട്. ഞാൻ കളിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന CEO ആണ് എൻ്റെ ഓർമ്മ, അല്ലെ സ്പോർട്ടിംഗ് ഡയറക്ടർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ആൾക്കാരെ പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പുറത്താക്കുന്നത് നോർമലാണ്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ പുറത്താക്കുക എന്ന് പറയുന്നത് വളരെ നോർമലായിട്ടുള്ള കാര്യമാണ്. അതിന് ബോയ്ക്കോട്ടിൻ്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ബോയ്ക്കോട്ട് ഈ പറയുന്ന ഇവരെ പുറത്താക്കുക എന്ന് പറയുന്നത് അവരെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ, ടീമിൻ്റെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. അതിന് ബോയ്ക്കോട്ടിൻ്റെയോ അല്ലെങ്കിൽ ബാക്കി സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ പറയുന്ന സൈനിങ്ങിൻ്റെ ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ ഇവർക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ആരും മോശമാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സാധനമല്ല അത് അങ്ങനെയാണ് കളി നടക്കുന്നത് എന്നുള്ളതാണ്. അത് ഇവർക്കാർക്കും മനസ്സിലാവായിട്ടല്ല. അതെനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ആൾക്കാർക്കാർക്കും മനസ്സിലായില്ല. അവരുടെ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇത്ര കൊല്ലമായിട്ട് ഇതില്ല എന്നുള്ളതാണ് കാര്യമായിട്ട്, റിസൾട്ട് ഇല്ല എന്നുള്ളത്. പക്ഷേ റിസൾട്ട് എന്ന് പറയുന്നത് എല്ലാ ടീമും ജയിക്കാൻ വേണ്ടി കളിക്കുന്നതല്ലേ. ഇപ്പോൾ എല്ലാ ടീമും ISL അടിച്ചിട്ടില്ലല്ലോ. ഫാൻ വേർഷനും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് നിർത്താൻ തോന്നുന്നു. ഇപ്പോൾ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് നല്ല സമയത്തും മോശം സമയത്തൊക്കെ സ്റ്റേഡിയത്തിൽ വന്ന് കളി കാണുന്നവരാണ്. നമുക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരാൾ കൂടിയാണ്. ഈ ബഹിഷ്കരണം എന്നുള്ള രീതിയിലേക്ക് മഞ്ഞപ്പട ഉൾപ്പെടെയുള്ള ഫാൻ ഗ്രൂപ്പുകൾ പോകുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഞാൻ ഒരിക്കലും ഒരു ഫാൻ ഗ്രൂപ്പിൻ്റെ ആളല്ല. ഞാൻ ആത്യന്തികമായിട്ട് ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നിന്നാണ് വരുന്നത്. ജ്യേഷ്ഠനറിയാം, 200 കിലോമീറ്ററോളം ബൈക്ക് ഓടിച്ചിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് സീസൺ മുതൽ കളി കാണാൻ വരുന്നത്. നമ്മളൊരിക്കലും ഏതെങ്കിലും ഒരു പ്ലെയറിനെ അല്ലെങ്കിൽ ഒരു ടീമിനെ എന്നല്ല, നമ്മൾ ഫുട്ബോൾ എന്ന ഗെയിമിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ശരിക്കും നമുക്കൊരു അഭിമാനമായിരുന്നു കൊച്ചി സ്റ്റേഡിയത്തിൽ വരുമ്പോൾ 50,000 60,000 ആളുകളുടെ ഇടയിൽ ഗാലറിയിൽ ഇരുന്ന് കളി കാണുമ്പോൾ
നമ്മൾ കളിക്കാരൊക്കെ അവരുടെ ഇപ്പോൾ വിനീത് പറഞ്ഞതുപോലെ അവരുടെ പിന്നെ അഭിമുഖങ്ങളിൽ പറയാറുണ്ട് ഇത്രയും കാണികളെ സപ്പോർട്ട് ചെയ്യുന്ന കാണികളുടെ ഫ്രണ്ടിൽ നിന്ന് കളിക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു പിന്നെ ഊർജ്ജമുണ്ട് പ്രത്യേകം. ഓപ്പോസിറ്റ് ടീമിലുള്ള പ്ലേയേഴ്സ് ശരിക്കും നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ടീമിനെല്ലാം അവർ ഭയപ്പെട്ടിരുന്നത്. ഗാലറി തിങ്ങി നിറഞ്ഞ ഗാലറി ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ വളരെ അഭിമാനത്തോടെ കണ്ടിരുന്നതാണ്. പിന്നെ ഇപ്പോൾ റിസൾട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും ഇപ്പോൾ വിനീത് സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാവരും ജയിക്കാൻ വേണ്ടി കളിക്കുന്ന കളിയാണ്. അപ്പോൾ നമ്മൾ ഗോവയിൽ ഇപ്പോൾ 3 സീസണിൽ നമ്മൾ ഫൈനലിലെത്തി. ഗോവയിൽ ഫൈനൽ കളി കാണാനും നമ്മൾ പോയിരുന്നു. അവിടെയും അതുപോലെ കൊച്ചിയിലൊരു ഫൈനലും നമ്മൾ ഫസ്റ്റ് ഗോള് നമ്മൾ ലീഡ് ചെയ്തതിന് ശേഷം കളി നമ്മുടെ കയ്യിൽ നിന്ന് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ടീമിനെ ബഹിഷ്കരിക്കുക എന്ന് പറയുന്ന ആ ഒരു സംഭവത്തോട് നമ്മൾ യോജിക്കുന്നില്ല. ഒരിക്കലും അത് അല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ശരിയാണ്, നമുക്ക് പിന്നെ ടീം വിൻ ചെയ്യാത്തതിൽ നമുക്കുള്ള വിഷമങ്ങളുണ്ടാവും. പക്ഷെ ഒരിക്കലും നമ്മളൊരു മാനേജ്മെൻറ്റിനെതിരെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ കളിക്കാരെന്ത് തെറ്റ് ചെയ്തു, അവർ കളിക്കുന്ന ആ ടൈം അത്രയും ടീം ജയിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ പിന്നെ മാക്സിമം അവർ കഴിവ് പുറത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ കളിക്കാരോട് ബഹിഷ്കരിച്ച് നമ്മൾ ഗ്രൗണ്ടിൽ വരാതിരിക്കുക എന്ന് പറയുന്ന രീതി തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടതാണ്. ഞാൻ ആസ് എ ഫുട്ബോൾ ഫാൻ എന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. കാരണം ഇപ്പോൾ 1000-ൽ താഴെ വരുന്ന കാണികളുടെ ഇടയിൽ നിന്നിട്ടും നമ്മൾ കൊച്ചിയിൽ നിന്ന് കളി കാണാനാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വിഷമമുണ്ട്. ശരിക്കും എല്ലാവരും ഗ്രൗണ്ടിലേക്ക് തിരിച്ചു വരണം, ഗാലറിയിലേക്ക് തിരിച്ചു വരണം, നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കെന്തായാലും കാത്തിരുന്ന് കാണാം ഈ ഒരു പ്രതിഷേധത്തിൻ്റെയൊക്കെ റിസൾട്ട് എന്താകുമെന്നുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിജീഷിനൊപ്പം റിപ്പോർട്ടർ ജയേഷ് പൂക്കോട്ടൂർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.